ഖത്തറും അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തർക്കം പരിഹരിക്കാൻ കുവൈത്ത് മുൻകൈയെടുക്കുന്നു. മധ്യസ്ഥ ചർച്ചകൾക്കായി കുവൈത്ത് അമീർ സൗദിയിലെത്തി. അതേസമയം ഉപരോധം ഏർപ്പെടുത്തിയ നാടുകളിലേക്ക് ടിക്കറ്റ് എടുത്തവർക്ക് ഖത്തർ എയർവേസ് പണം തിരികെ നൽകി തുടങ്ങി. ഖത്തറുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് രാജ്യങ്ങളുടെ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കുവൈത്ത് ഇടപെടുന്നത്. രാജ്യത്തിന്റെ പ്രശ്നം ജനങ്ങളെ അറിയിക്കാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ദേശീയ ചാനൽ വഴി അഭിസംബോധനയ്ക്ക് തുനിഞ്ഞിരുന്നു. എന്നാൽ കുവൈത്ത് അമീറിന്റെ ഇടപെടലിനെ തുടർന്ന് ഇത് മാറ്റിവെച്ചു. UAEയുമായി അടുപ്പമുള്ള തുർക്കിയും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ. ഇതിനിടയിൽ ഖത്തറിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സാധനങ്ങളും രാജ്യത്ത് ലഭ്യമാണെന്ന് സാമ്പത്തിക വാണിജ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. വില നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉപരോധം ഏർപ്പെടുത്തിയ നാടുകൾ വഴി വിമാന ടിക്കറ്റ് എടുത്തവർക്ക് ഖത്തർ എയർവേസ് പണം തിരിച്ചു നൽകി തുടങ്ങിയിട്ടുണ്ട്. ഈദ് അവധിക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ ഖത്തർ എയർവേസ് ടിക്കറ്റ് എടുത്ത ആളുകളുടെ ഒക്കെ എല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു. എയർലൈൻസ് അവരുടെ ക്യാഷ് റീഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ പകരം സംവിധാനം കാണാനോ മറ്റു എയർലൈൻസുകളെ ആശ്രയിക്കുവാനോ സാധിക്കുന്നില്ല. യാത്ര നീട്ടിവെക്കുകയോ ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുക്കുകയോ മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള ഏക വഴി. ഐപ്പ് വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്, ദുബായ്. GCCയിലെ ഏറ്റവും കരുത്തനും മുതിർന്ന ഭരണാധികാരിയുമായ ഷെയ്ഖ് സബയുടെ ശക്തമായ ഇടപെടൽ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് അറബ് ലോകം. വിമാനത്താവളത്തിൽ ഡെപ്യൂട്ടി അമീറും കിരീടാവകാശിയുമായ ഷെയ്ഖ് നവാഫ്, സ്പീക്കർ മൻസൂഖ് അൽ ഗാനിം തുടങ്ങിയവർ യാത്രയയക്കാൻ എത്തിയിരുന്നു. ഖത്തർ വിഷയത്തിൽ കുവൈത്തിന്റെ നിലപാടിനെ കാതോർത്ത് അറബ് ലോകം ഉറ്റുനോക്കുന്നു. GCC അംഗരാജ്യങ്ങൾക്കിടയിലെ തർക്കം മാറ്റുന്നതിന് ഇക്കുറിയും കുവൈത്ത് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുടെ പങ്ക് വളരെ നിർണായകമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. സാധാരണയായി ഇത്തരം വിഷയങ്ങളിൽ കുവൈത്ത് പുലർത്തിവരുന്ന സമദൂര സിദ്ധാന്ത നിലപാടുകൾ GCC ഐക്യത്തിന് പ്രത്യേക കരുത്തേകിയിട്ടുണ്ട്. അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തുടക്കം മുതലേ തന്നെ കുവൈത്ത് അമീർ മുന്നിലുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സൗദിയും ബഹ്റൈനും UAEയും ഖത്തറുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചത്. പ്രശ്നപരിഹാരത്തിന് ഇടപെടണമെന്ന് കുവൈത്ത് പാർലമെന്റ് അംഗങ്ങളും അടിയന്തര യോഗം ചേർന്ന് ഭരണ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രശ്നപരിഹാരത്തിന് അമീറിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന ധാരണയ്ക്ക് അടിവരയിട്ടുകൊണ്ടാണ് അമീർ ഷെയ്ഖ് സബയും ഉന്നതതല സംഘവും സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്താവളത്തിൽ ഡെപ്യൂട്ടി അമീറും കിരീടാവകാശിയുമായ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ, സ്പീക്കർ മൻസൂഖ് അൽ ഗാനിം കൂടാതെ ഭരണകുടുംബത്തിലെ നിരവധി ഉന്നതരും അമീറിനെ യാത്രയയക്കാൻ എത്തിയിരുന്നു. അറബ് ലോകം ഉറ്റുനോക്കുന്ന അമീറിന്റെ സന്ദർശനം സഹോദര സന്ദർശനമെന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും GCC രാജ്യങ്ങളുടെ കെട്ടുറപ്പിന് അനിവാര്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നിരീക്ഷകർ. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ഖത്തറിനെതിരെ അറബ് രാഷ്ട്രങ്ങളുടെ നടപടിയെ പിന്തുണച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സന്ദർശനത്തിനിടെ പ്രശ്നം ചർച്ച ചെയ്തിരുന്നതായി ട്രംപ് ട്വിറ്ററിൽ കുറിച്ചു. ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കുന്നതിനുള്ള തുടക്കമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തറിൽ നിന്നുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി. മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ ഇനി മുതൽ ഖത്തർ റിയാൽ മാറ്റി നൽകില്ല. റിയാൽ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ താൽക്കാലികമായി നിർത്താൻ വിമാനത്താവളങ്ങൾക്കും നിർദ്ദേശം നൽകി. ബാങ്കുകളുടെ 4X ഗ്രൂപ്പുകൾക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം ദിവസേന ശരാശരി 800ഓളം പേർ ഖത്തറിൽ നിന്നെത്തുന്നുണ്ട്. ഖത്തർ റിയാൽ മാറ്റി നൽകില്ലെന്ന മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളും ബാങ്കുകളുടെ 4X ഗ്രൂപ്പുകളും നിലപാടെടുത്തത് ഖത്തറിൽ നിന്നുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകും. ഒരു റിയാലിന്റെ ഇന്ത്യൻ മൂല്യം 17 രൂപയാണ്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ റിയാൽ മാറ്റി നൽകേണ്ടതില്ലെന്ന നിർദ്ദേശം എല്ലാ ശാഖകൾക്കും നൽകിക്കഴിഞ്ഞു. എയർപോർട്ടുകളുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലും ഖത്തർ റിയാൽ സ്വീകരിക്കില്ല. ഇത് സംബന്ധിച്ച് ബാങ്കുകളിൽ നിന്നുള്ള അറിയിപ്പ് തങ്ങൾക്ക് ലഭിച്ചതായി സിയാൽ ഡയറക്ടർ AC നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നമ്മൾ ഫോറിൻ കറൻസി ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇന്നലെ ഒരു ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ഖത്തർ റിയാൽ അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അതേസമയം ഖത്തറിന് അറബ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ വിലക്ക് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെ ബാധിക്കില്ല. ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ യാത്രയ്ക്കായി ഒമാൻ എയർ സ്പേസാണ് ഉപയോഗിക്കുന്നത്. ഖത്തർ എയർവേസും ജെറ്റ് എയർവേസും ആഴ്ചയിൽ 18ഓളം സർവീസുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തറിലേക്കുള്ള യാത്രയ്ക്ക് തൽക്കാലം പ്രതിസന്ധി ഉണ്ടാകില്ല. കൊച്ചിയിൽ നിന്ന് നിഖിൽ ജോസഫിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്. രാജ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ടെന്ന് സൗദി മന്ത്രിസഭായോഗം അഭിപ്രായപ്പെട്ടു. തീവ്രവാദത്തിനും വിധ്വംസക പ്രവർത്തനങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതെന്നും സൗദി അറേബ്യ മന്ത്രിസഭായോഗത്തിൽ വ്യക്തമാക്കി.
അന്താരാഷ്ട്ര നിയമപ്രകാരം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സൗദി അറേബ്യയ്ക്ക് അവകാശമുണ്ട്. തീവ്രവാദവും വിധ്വംസക പ്രവർത്തനങ്ങളും ഉയർത്തുന്ന അപകടകരമായ വെല്ലുവിളികളിൽ നിന്ന് രാജ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണെന്നും ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ കൂടിയ മന്ത്രിസഭായോഗം വിലയിരുത്തി. പ്രത്യക്ഷമായും പരോക്ഷമായും ഖത്തർ ഭരണകൂടം ഗുരുതരമായ നിയമലംഘനം തുടരുന്ന സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനം എടുത്തത്. സൗദിയിൽ ഛിദ്രതയും ആഭ്യന്തര സംഘർഷവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഖത്തറിന് പങ്കുണ്ടെന്നും മന്ത്രിസഭായോഗം കുറ്റപ്പെടുത്തി. അതേസമയം ഖത്തർ എയർവേസുമായി ഒപ്പുവെച്ച സ്പോൺസർഷിപ്പ് കരാർ സൗദിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബ് അൽ അഹ്ലി റദ്ദാക്കി. സൗദിയിലുള്ള അൽ ജസീറ ചാനലിന്റെ ലൈസൻസ് പിൻവലിച്ചു. ചാനലിന്റെ സൗദിയിലെ ഓഫീസുകൾ പൂട്ടുകയും ചെയ്തു. ഖത്തറിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സൗദി പൗരന്മാരോട് ജോലി രാജിവെക്കാനും അധികൃതർ ആവശ്യപ്പെട്ടു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഖത്തർ വിഷയത്തിൽ കക്ഷി ചേരേണ്ടതില്ലെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഖത്തറുമായുള്ള ബന്ധത്തിൽ മാറ്റമില്ലെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പ്രസ്താവനയിൽ പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് നടത്തുന്ന പ്രചരണങ്ങളും അഭ്യൂഹങ്ങളും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം പ്രഖ്യാപിച്ച സ്ഥാപനങ്ങളിൽ വിദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 20,000 റിയാൽ പിഴ ചുമത്തുമെന്ന് സൗദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 9 നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷയുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഉത്തരവിലാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം സ്വദേശി വനിതകൾക്ക് നിജപ്പെടുത്തിയ തസ്തികകളിൽ പുരുഷന്മാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 10,000 റിയാൽ പിഴ ചുമത്തും. സ്ഥാപനത്തിന്റെ ലൈസൻസ് ഒരു ദിവസം മരവിപ്പിക്കും. ഈ ദിവസം സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. സ്വദേശികളെ നിയമിക്കുന്നതിന് രേഖാമൂലം അനുമതി ആവശ്യമാണ്. അനുമതിയില്ലാതെ നിയമനം നൽകിയതായി രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് 25,000 റിയാൽ പിഴ ചുമത്തും. ഇത്തരം സ്ഥാപനങ്ങൾ 5 ദിവസം അടപ്പിക്കുകയും ചെയ്യും. തൊഴിൽ കരാർ ഒപ്പുവെക്കാതെ തൊഴിലാളികളെ നിയമിക്കുന്നവർക്ക് 5,000 റിയാലാണ് പിഴ. തൊഴിലാളികളുടെ ശമ്പളം തടഞ്ഞുവെച്ചാലും 5,000 റിയാൽ പിഴ അടയ്ക്കണം. തൊഴിലാളികളുടെ പാസ്പോർട്ട് കൈവശം സൂക്ഷിക്കാൻ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഓരോ തൊഴിലാളികളുടെ പാസ്പോർട്ടിനും 2,000 റിയാൽ പിഴ ചുമത്തും. ജീവനക്കാരുടെ പേരുവിവരങ്ങൾ, ശമ്പളം എന്നിവ അടങ്ങിയ റെക്കോർഡുകൾ സൂക്ഷിക്കാതിരിക്കുക, തൊഴിൽ കരാറിൽ അറബി ഭാഷ ഉപയോഗിക്കാതിരിക്കുക, തൊഴിൽ നിയമപ്രകാരം നിശ്ചിത ശതമാനം സ്വദേശികൾക്ക് പരിശീലനം നൽകാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് 5,000 റിയാൽ പിഴ ചുമത്തുമെന്നും തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഒമാനിൽ സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ ഡോക്ടർമാർക്കും തൊഴിൽ നഷ്ടമാകും. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന 80 മുതിർന്ന ഡോക്ടർമാർക്ക് പകരം സ്വദേശി ഡോക്ടർമാരെ ഈ വർഷം നിയമിക്കും. ഡോക്ടർമാരുടെ തലത്തിലും സ്വദേശീവൽക്കരണം ശക്തമാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ആരോഗ്യവകുപ്പിന്റെ ഈ നിയമനങ്ങൾ. ഈ വർഷം തന്നെ സൗദി അറേബ്യയിൽ ഉച്ചവിശ്രമ നിയമം ഈ മാസം 15 മുതൽ നിലവിൽ വരുമെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബർ 15 വരെ 3 മാസമാണ് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ ഉണ്ടാവുകയെന്ന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം വക്താവ് ഖാലിദ് അബേൽ ഖേൽ പറഞ്ഞു. ഈ കാലയളവിൽ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തുറസായ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നത് നിയമലംഘനമാണ്. ഈ സമയം തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കരുതെന്ന് തൊഴിലുടമകളോട് തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടു. എല്ലാ പ്രവിശ്യകളിലും നിയമം ബാധകമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ ആഴ്ചയിലെ പകൽ അന്തരീക്ഷ ഊഷ്മാവ് 40 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇത് കൂടാനാണ് സാധ്യത. ഉഷ്ണതാപം തൊഴിലാളികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നതിനാൽ ഉച്ചവിശ്രമ നിയമം കർശനമായി പാലിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം ആവശ്യപ്പെട്ടു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഉച്ചവിശ്രമ നിയമലംഘനങ്ങൾ 19911 എന്ന നമ്പറിൽ അറിയിക്കണം. തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് വഴിയും പരാതി അറിയിക്കണമെന്ന് മന്ത്രാലയം വക്താവ് ഖാലിദ് അബേൽ ഖേൽ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ബഹ്റിനിൽ അനധികൃത കച്ചവടക്കാർക്കെതിരെ നിയമ നടപടികൾ ശക്തമാക്കുന്നു. രാജ്യത്തെ തെരുവുകളിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിൽക്കുന്ന വഴിയോര കച്ചവടക്കാർക്കെതിരെ പരിശോധനകൾ ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനായി ഒരു പ്രത്യേക പരിശോധനാ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവർ വ്യാപാര സ്ഥലങ്ങളിലും സംഭരണശാലകളും കൈകാര്യം ചെയ്യുന്നത്. അനധികൃത കച്ചവടക്കാർ വിപണി കൈയടക്കിയതോടെ നിയമപരമായി കച്ചവടം നടത്തുന്നവർ ദുരിതത്തിലായിരിക്കുകയാണ്. ഇവരുടെ പരാതിയെ തുടർന്നാണ് നടപടി. സൗദി അറേബ്യയിൽ ബിനാമി ബിസിനസ് സംരംഭകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി വാണിജ്യ നിക്ഷേപ മന്ത്രാലയം. ഈ വർഷം റിയാദിൽ മാത്രം 122 ബിനാമി ബിസിനസ് സ്ഥാപനങ്ങൾ
കണ്ടെത്തിയതായും മന്ത്രാലയം അറിയിച്ചു. ജനറൽ കോൺട്രാക്ടിംഗ് ലൈസൻസ് ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ബിനാമി സ്ഥാപനങ്ങൾ നടത്തുന്നതെന്നാണ് കണ്ടെത്തിയത്. വാണിജ്യ നിക്ഷേപ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ബിനാമി സ്ഥാപനങ്ങൾ കണ്ടെത്തിയത്. ഇവർക്കെതിരായ കേസുകളും ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷിച്ചു വരികയാണ്. ബിനാമി കേസിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് 2 വർഷം തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷയും ലഭിക്കും. സ്വദേശികളുടെ പേരിൽ ബിനാമിയായി വിദേശികളാണ് വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ നടത്തുന്നത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന വിദേശികളെ നാടുകടത്തും. നിയമലംഘകരുടെ പേരുവിവരങ്ങൾ, നിയമലംഘനത്തിന്റെ വിവരണം, കോടതി വിധിച്ച ശിക്ഷ എന്നിവ പ്രതികളുടെ ചെലവിൽ പ്രാദേശിക പത്രങ്ങളിൽ പരസ്യം ചെയ്യണമെന്നും ബിനാമി വിരുദ്ധ നിയമം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വാണിജ്യ നിക്ഷേപ മന്ത്രാലയം കണ്ടെത്തിയ 450 ബിനാമി കേസുകൾ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പബ്ലിക് പ്രോസിക്യൂഷന്റെ പരിഗണനയിലാണ്. ഇവർക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ബിനാമി സ്ഥാപനങ്ങളുടെ വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും വാണിജ്യ നിക്ഷേപ മന്ത്രാലയം അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഇടവേള.